ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ പിക്കിളാണ്. എല്ലാവർക്കും മാംഗോ പിക്കിൾ ഇഷ്ടമാണല്ലോ അല്ലേ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇവിടെ ഞാൻ ഒരു 2 മീഡിയം സൈസ് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാവുന്നതാണ്. ഞാനിവിടെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുകാണ്. ഇതൊരു 3 സ്പൂൺ കടുകുണ്ട്. ഇത് വറുത്തതൊന്നുമല്ല, ഇത് സാധാരണ നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടത്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ. ഇത് കളർ കിട്ടും, വലിയ എരിവ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. സാധാരണ പിക്കിളിനെല്ലാം അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നല്ലെണ്ണ. എപ്പോഴും പിക്കിൾ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ വേണം യൂസ് ചെയ്യാൻ, എന്നാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കായം, അതും പിക്കിളിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഉപ്പും ആവശ്യത്തിന്. ഇതാ കടുക് ചതച്ചിട്ടുണ്ട്. ഇത് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇതാ ഈ ഒരു പരുവത്തിന് കാണാമല്ലേ? ഓക്കെ. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി. ഇതിനകത്തേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എത്ര എരിവ് വേണം, എത്ര തിക്നെസ് വേണം എന്നനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 5 സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഇട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് ഈ മാങ്ങ ഇടണം. ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കടുകില്ലേ, അതും കൂടി ചേർക്കണം. അരിയുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കാൻ വളരെ ഈസി കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇനി ഇടേണ്ടത് ഉപ്പാണ്. അച്ചാറിനൊക്കെ ഒരു അല്പം ഉപ്പ് കൂട്ടിയിടണം, അല്ല അതിൽ പിടിക്കുകയുള്ളൂ. ഈ ഒരു തിക്നെസ് മതി. ഇനി ഇതിലേക്ക് നേരത്തെ പറയാൻ മറന്നുപോയി, വിനാഗിരി വേണം. ഒരു അല്പം ഒഴിച്ചാൽ മതി. തീയൊന്ന് കൂട്ടിയിട്ടിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇനി കായം കൂടി ചേർക്കാം. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഒരു 2-3 ദിവസം ഇങ്ങനെ പുറത്തിരുന്നാൽ തന്നെ അത് നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് കഴിക്കാം, പരുവത്തിലാവും. കണ്ടിട്ട് തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. എനിക്ക് മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്.
ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. തിളയ്ക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് കഴിവതും കുപ്പിയിലാക്കി വയ്ക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല. അത് ഭരണിയിലോ മറ്റോ ആക്കി വയ്ക്കണം. വയ്ക്കുമ്പോൾ നല്ലെണ്ണ, ഇപ്പം നമ്മൾ ഉപയോഗിച്ച നല്ലെണ്ണയില്ലേ, ആ നല്ലെണ്ണ ചെറിയ ചൂടോടുകൂടി അച്ചാറൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് പൂത്തൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ എണ്ണ ഇങ്ങനെ മുകളിൽ കിടക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇനി തീ ഓഫ് ചെയ്യാം.